ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ തള്ളി നീക്കുമെന്ന് എനിക്കറിയില്ല. ശരത്തേട്ടനില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും ഇങ്ങനെ മാറി നിൽക്കാൻ കഴിയുകയില്ല. ദയക്കിത് കേട്ടപ്പോൾ ആദ്യം ചിരിയാണ് വന്നത്. തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ശ്രുതി ചേച്ചി. ശ്രുതി ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷത്തിലേറെയായി. ഇപ്പോഴും മാറി നിൽക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ദയക്കത് തമാശയായിട്ട് തോന്നി. പക്ഷേ ശ്രുതി ചേച്ചി പറഞ്ഞത് പിന്നീടാണ് അവൾ ചിന്തിച്ചത്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അവർ രണ്ടുപേരും. ആദ്യമൊക്കെ തൻ്റെ പിറകെ നടന്ന ശരത്തേട്ടനെക്കുറിച്ച് ശ്രുതിക്ക് സംശയമായിരുന്നു. നാട്ടിലുള്ള പൂവാലന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ എന്നായിരുന്നു സംശയം. അന്ന് തന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലായിരുന്നു അത്രേ. മുഖം നിറയെ മുഖക്കുരുവുമൊക്കെയായി എന്നെ ആര് നോക്കാൻ എന്ന ചിന്തയായിരുന്നു ശ്രുതി ചേച്ചിയുടെ മനസ്സിൽ. ശരത്തേട്ടനാണെങ്കിൽ സുന്ദരനായ ആളും. അത് ശരിയായ പ്രണയമായിരുന്നു എന്ന് പിന്നീടാണ് ശ്രുതി ചേച്ചി തിരിച്ചറിഞ്ഞത്. പിന്നീട് അവർ വിവാഹിതരാവുകയും ചെയ്തു. അവർക്ക് 2 കുട്ടികളുമുണ്ട്. സന്തോഷകരമായ ജീവിതമാണ്. എപ്പോഴും പറയാറുണ്ട് ഹസ്ബൻഡിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും സ്നേഹത്തിനെ കുറിച്ചും എല്ലാം. അതുകൊണ്ട് തന്നെ ശ്രുതി ചേച്ചിക്ക് തീർത്തും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ആ മാറി നിൽപ്പ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി 5 ദിവസത്തെ യാത്രയിലാണ് ശരത്തേട്ടൻ. ആ 5 ദിവസവും ശ്രുതി ചേച്ചിക്ക് ശരത്തേട്ടനില്ലാതെ പറ്റില്ല. ശരത്തേട്ടനും അങ്ങനെ തന്നെ. ശ്രുതി ചേച്ചി പലപ്പോഴും പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങളുടെ പ്രണയം കൂടുകയാണ് ചെയ്തത് എന്ന്. അതിലൊരു തരിമ്പ് പോലും കുറവ് വന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ പ്രണയിക്കുകയാണെന്ന്. ദയ ഇങ്ങനെ ചിന്തിച്ചു. ഭാര്യയെ കൊല്ലുന്ന, ഭർത്താവിനെ കൊല്ലുന്ന, മറ്റ് ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്ന ഈ കാലഘട്ടത്തിൽ, പല വാർത്തകളും കേൾക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളവരും നമുക്ക് സന്തോഷം നൽകുന്നില്ലേ?